വെൽക്കം ടു ബിഎൻ വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. നമുക്കതിന് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഫസ്റ്റ് ഇത് കാബേജ് നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. പിന്നെ ഇത് മുട്ട ഉപ്പും കുരുമുളകും ഇട്ട് ചിക്കി പൊരിച്ചു. പിന്നെ ഇത് ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ചെറുതായിട്ട് ജസ്റ്റ് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുന്നു. ഇത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഗ്രീൻ പാർട്ട്. പിന്നെ ഇത് വെളുത്തുള്ളി ചെറുതായിട്ട്. പിന്നെ ഇത് ക്യാപ്സിക്കത്തിൻ്റെ ഗ്രീന് യെല്ലോ റെഡ്. പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ. ഇത് റൈസ്. ഇത് 3 കപ്പ് റൈസുണ്ട്. ഇത് നമ്മൾ ആദ്യം അരമണിക്കൂർ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമ്മുടെ ഒരു 3/4 വേവായി കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കാം. സോയാ സോസ്. എന്താണ് നിങ്ങൾ പറയൂ? ടൊമാറ്റോ സോസ്. നമുക്കിത് ഒരു പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ഇട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇരിക്കേണ്ടത്. കാരണം നമ്മളൊരു ചൈനീസ് ഫുഡാണല്ലോ ഉണ്ടാക്കുന്നത്. ചൂട് കൂട്ടിയും കുറച്ചുമായിട്ട് നമ്മളൊന്നും. പിന്നെ ഇതേ നമ്മൾ കാബേജ് ഇട്ടു, ക്യാരറ്റ് ഇട്ടു, നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ വെജിറ്റബിൾസും നമ്മളിട്ട് നന്നായിട്ട് നല്ല ചൂടിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കെച്ചപ്പ് കുറച്ച് 2 സ്പൂണ്, പിന്നെ നമ്മുടെ സോയാ സോസ് ഒരു 2.5 സ്പൂൺ ഇട്ട് ഇതുപോലെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ചത്, ചിക്കന് എല്ലാം ഇട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അത് നമ്മുടെ റൈസ് നമ്മൾ മൊത്തം ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുരുമുളക് നമ്മൾ വീട്ടിൽ പൊടിച്ചാണ്, അത്ര നല്ലതായിരിക്കും. ക്രഷ് ചെയ്തിടുക. പിന്നെ അലങ്കാരത്തിന് വേണ്ടി സ്പ്രിംഗ് ഒനിയൻ്റെ മറ്റേ ഗ്രീൻ പാർട്ട് ഇടുക. പിന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് 2-3 സെക്കൻഡോളം അടച്ചു വെച്ച്. ഇവിടെ റെഡി ആയിട്ടുണ്ട്.